നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. MA ബേബി CPIM ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. മാലിന്യമുക്ത നവകേരളം ജില്ലാതല പരിപാടിയിൽ 2 പുരസ്കാരങ്ങൾ സ്വന്തമാക്കി പുത്തൂർ പഞ്ചായത്ത്. ഭക്തി ചൊരിഞ്ഞ് ആറാട്ടുപുഴ തിരുവാതിരവിളക്ക്. താളമേള വർണ്ണത്തിൽ വിസ്മയം തീർത്ത് പൊന്നുക്കര മൈഥിലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. MA ബേബി CPIM ദേശീയ ജനറൽ സെക്രട്ടറി. MA ബേബി CPM ജനറൽ സെക്രട്ടറിയാകും. ശുപാർശ പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചു. EMS നമ്പൂതിരിപ്പാടിന് ശേഷം കേരള ഘടകത്തിൽ നിന്ന് ഈ പദവിയിലേക്ക് എത്തുന്ന 2ാമത്തെ മലയാളിയാണ് ബേബി. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാര്യാട്ടാണ് ബേബിയുടെ പേര് നിർദ്ദേശിച്ചത്. PBയിലെ സീനിയോറിറ്റി കൂടി പരിഗണിച്ചാണ് ബേബിയെ നിർദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. 2016 മുതൽ CPMന്റെ കേന്ദ്ര നേതൃത്വത്തിലാണ് MA ബേബിയുടെ പ്രവർത്തനം. 1989 കേന്ദ്ര കമ്മിറ്റി അംഗമായ ബേബി 2012 PBയിലെത്തുന്നത്. മാലിന്യമുക്ത നവകേരളം ജില്ലാതല പ്രഖ്യാപന പരിപാടിയിൽ 2 പുരസ്കാരങ്ങൾ സ്വന്തമാക്കി പുത്തൂർ പഞ്ചായത്ത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല പ്രഖ്യാപന ചടങ്ങിലാണ് പുത്തൂർ പഞ്ചായത്ത് 2 പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. ജില്ലയിലെ മികച്ച എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം, ഏറ്റവും മികച്ച പൊതു ഇടം സൃഷ്ടിക്കൽ എന്നീ വിഭാഗങ്ങളിലാണ് പുത്തൂർ പഞ്ചായത്തിന് പുരസ്കാരം ലഭ്യമായത്. ഏറെ മാലിന്യങ്ങൾ, ഇരുമ്പുവേലി, നിരീക്ഷണ ക്യാമറ, പൂച്ചെടികൾ എന്നിവ ഒരുക്കിയതിനാണ് മികച്ച പൊതു ഇടത്തിനുള്ള പുരസ്കാരം പുത്തൂർ പഞ്ചായത്തിന് ലഭ്യമായത്. ഇതിന്റെ ചിത്രം ഉൾപ്പെടെ ജില്ലാ കളക്ടർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഏറെ ശ്രദ്ധയാകർഷിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജനിൽ നിന്നും പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പഞ്ചായത്ത് സെക്രട്ടറി അരുൺ T ജോൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷ തുടങ്ങിയവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. പെരിങ്ങാവ് ദേവസ്വം ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിന് സമീപത്തായി പുതുതായി പണികഴിച്ച അന്നദാന മണ്ഡപത്തിന്റെയും പ്രദക്ഷിണ വഴികൾക്കുൾവശം ഇന്റർലോക്ക് ടൈൽ വിരിച്ചതിന്റെയും സമർപ്പണം ക്ഷേത്രം മുഖ്യ രക്ഷാധികാരിയും SNA ഔഷധശാല MDയുമായ ഡോക്ടർ PTN വാസുദേവൻ മൂസ് നിർവഹിക്കുന്നു. അന്നദാന മണ്ഡപം ഡോക്ടർ മൃദുലയുടെ ഓർമ്മയ്ക്കായി മാതാപിതാക്കളായ മണ്ണത്തുപറമ്പിൽ ശ്രീ നാരായണൻകുട്ടി, രമാദേവി എന്നിവർ ചേർന്നാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇന്റർലോക്ക് ടൈൽ വിരിക്കൽ ശ്രീ കുറുക്കാട്ടിൽ രാമകൃഷ്ണന്റെ ഓർമ്മയ്ക്കായി പത്നി ശ്രീമതി മനോരമ രാമകൃഷ്ണനാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ദേവസ്വവുമാണ് ചെയ്തിരിക്കുന്നത്. ആറാട്ടുപുഴ പൂരം സ്വകാര്യ ക്ഷേത്രങ്ങൾക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് ധനസഹായം വിതരണം ചെയ്തു. ആറാട്ടുപുഴ പൂരത്തിലെ പങ്കാളികളായ 14 സ്വകാര്യ ക്ഷേത്രങ്ങൾക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പൂരത്തിനുള്ള ധനസഹായ വിതരണം ആറാട്ടുപുഴ ക്ഷേത്ര നടപ്പുരയിൽ വെച്ച് നടന്നു. ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ചേർപ്പ് ഭഗവതി ക്ഷേത്ര സമിതി പ്രസിഡന്റ് K രാജീവ് മേനോനെ ആദ്യ ചെക്ക് ബോർഡ് മെമ്പർ KP അജയൻ കൈമാറി. ചേർപ്പ് ഭഗവതി ക്ഷേത്രം, കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രം, എടക്കുന്നി ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം, ഐക്കുന്ന് ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം, തൈക്കാട്ടുശ്ശേരി ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം, കടുപ്പശ്ശേരി ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം, ചൂരക്കോട് ഭഗവതി ക്ഷേത്രം, പൂനിലാർക്കാവ് ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം, ചാലക്കുടി പിഷാരിക്കൽ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം, ചക്കംകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, കോടന്നൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, നാങ്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, കല്ലേലി ശാസ്ത്ര ക്ഷേത്രം, ചിറ്റിച്ചാത്തകുടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നീ സ്വകാര്യ ക്ഷേത്രങ്ങൾക്കാണ് ദേവസ്വം വിഹിതമുള്ളത്.
ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ, പൂരം കോർഡിനേറ്റർ എം രാജേന്ദ്രൻ, ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രവി ചാക്കോത്ത്, സെക്രട്ടറി കെ രഘുനന്ദനൻ, ജോയിന്റ് സെക്രട്ടറി മധു മംഗലത്ത്, ഓഡിറ്റർ കെ വേണുഗോപാൽ, മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സുജേഷ്, സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭക്തി ചൊരിഞ്ഞ് ആറാട്ടുപുഴ തിരുവാതിര വിളക്ക്. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര പുറപ്പാട് ഭക്തിസാന്ദ്രമായി. വെളുപ്പിന് 3 മണിക്ക് ഭക്തിതന്ത്രിയുടെ അനുമതിയോടെ തിമില പാണിക്കൊട്ടി ശാസ്താവിന്റെ തിടമ്പ് കയ്യിൽ വെച്ച് ഒരു പ്രദക്ഷിണം കഴിഞ്ഞാണ് ചെമ്പട കൊട്ടി ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചത്. ക്ഷേത്രത്തിന്റെ വടക്കേ പ്രദക്ഷിണ വഴിയിൽ ചെമ്പട അവസാനിച്ച് വിസ്തരിച്ച വിളക്കാചാരം. തുടർന്ന് വലം തലയിലെ ശ്രുതിയോടുകൂടി 1.5 പ്രദക്ഷിണം കഴിഞ്ഞ് കിഴക്കേ നടയിൽ തെക്കോട്ട് അഭിമുഖമായി നിന്ന് കുറുകൊട്ടി അവസാനിച്ചു. വിസ്തരിച്ച കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ് എന്നിവയ്ക്ക് ശേഷം പഞ്ചാരിക്ക് കാലമിട്ടു. 7:30 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള വിസ്തരിച്ച പഞ്ചാരിമേളം പടിഞ്ഞാറേ നടപ്പുരയിൽ 7:30 കലാശിച്ചു. തുടർന്ന് ഇടയ്ക്ക പ്രദക്ഷിണമായിരുന്നു. 8:30 മണിയോടുകൂടി തൈക്കാട്ടുശ്ശേരി ക്ഷേത്രത്തിലേക്ക് ശാസ്താവ് എഴുന്നള്ളി. ഉരുണ്ട് ചെണ്ടയിൽ പെരുവനം സതീശന്മാരാരും, കുറുങ്കുഴലിൽ കീഴുട്ട് നന്ദനനും, വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും, കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും, ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും പഞ്ചാരിമേളത്തിന് പ്രമാണിമാരായി. ദേവസ്വം ശിവകുമാർ ശാസ്താവിനെ തിടമ്പേറ്റി. മധ്യപ്രദേശിലെ ജബൽപൂരിൽ പോലീസ് നോക്കി നിൽക്കെ മലയാളികളായ കത്തോലിക്ക പുരോഹിതരെ RSSകാർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് മണ്ണുത്തിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം CPIM ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MM ഔറാച്ചൻ, ഫ്രാൻസിസ് താടിക്കാരൻ, മാത്യു നൈനാൻ, ശ്രീവിദ്യ രാജേഷ്, ES അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
മുക്കാട്ടുകര രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി ക്ലബ്ബ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുക്കാട്ടുകര രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി ക്ലബിന്റെയും ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുക്കാട്ടുകര സെന്റ് ജോർജസ് LP സ്കൂളിൽ വെച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ വികാരി റവറന്റ് ഫാദർ പോൾ പിണ്ടിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് CD സെബീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരനും സെന്റ് ജോർജസ് LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ആൻസി മരിയ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. ജെൻസൺ ജോസ് കാക്കശ്ശേരി, CV ഷാജു, ജോൺസി ജോർജ്, ഡോക്ടർ തോമസ് തോട്ടപ്പിള്ളി, അജീഷ് സത്യം വിശ്വം തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്യാമ്പിൽ ചെവി കേൾക്കുന്നതിന് സഹായകരമായ ശ്രവണ സഹായി സൗജന്യമായി രോഗികൾക്ക് നൽകി. ജോസ് കുന്നംപിള്ളി, CD റാഫി, KK ആൻഡോ, CK ജോൺ, KK ശശി, EV വിൽസൺ, TA ജോൺ, TA ജോഷി, PS ജീസൺ, CP ബേബി, വിഷ്ണു വേണോ, വിൽബിൻ വിൽസൺ, വിപിൻ തിമോത്തി തുടങ്ങിയവർ നേതൃത്വം നൽകി. താളമേള വർണ്ണത്തിൽ വിസ്മയം തീർത്ത് പൊന്നുകര മൈബിലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും സംഘടിപ്പിച്ചു. മാർച്ച് 26 മുതൽ ഏപ്രിൽ 5 വരെയുള്ള ദിവസങ്ങളിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ നട തുറക്കൽ, ഭഗവാനെ കണി കാണിക്കൽ, കലശത്തിങ്കൽ, ഉഷപൂജ തുടങ്ങിയ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി പെരുതടിമന നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 7 മണി മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നും വാദ്യമേളത്തിന്റെയും കാവടിയുടെയും അകമ്പടിയോടെയുള്ള പൂരം വരവും ഉണ്ടായി. രാത്രി 8:30 നടത്തിയ കൂട്ടിയെഴുന്നള്ളിപ്പിന് കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ സന്തോഷ് കിഴക്കേപ്പുര, സുരേന്ദ്രൻ പണിക്കാട്ടിൽ, സേതുമാധവൻ കുന്നമ്പത്ത്, മറ്റു കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വടക്കാഞ്ചേരി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 33ാം തൃശൂർ ജില്ലാ സമ്മേളനം 7-8 തീയതികളിൽ വടക്കാഞ്ചേരി അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുവാൻ തുടരുന്ന സമരങ്ങളെ അവഗണിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി ഉത്തരവായത് ദേശീയ തലത്തിൽ യോജിച്ച പ്രക്ഷോഭത്തിന് കാരണമായിട്ടുണ്ട്. 2024 ജൂലൈ മുതൽ പെൻഷൻ പരിഷ്കരിക്കുവാൻ സർക്കാർ നടപടികളെടുക്കണം. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ് 3 മാസത്തിനകം കാലാവധി അവസാനിക്കുകയാണ്. അപാകതകൾ പരിഹരിച്ച് തുടർച്ച ഉറപ്പാക്കണം. സംഘടനാ സമരരംഗത്ത് ഉന്നയിച്ച ആവശ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള പ്രക്ഷോഭങ്ങൾക്ക് സമ്മേളനം രൂപം നൽകും. 7 രാവിലെ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 8 രാവിലെ 10:30 സാംസ്കാരിക സമ്മേളനം ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ജോയ് മണ്ഡകത്ത്, സെക്രട്ടറി കെ ചന്ദ്രമോഹനൻ, ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ജോസ്, സ്വാഗത സംഘം കൺവീനർ KS ജോർജ്, തോമസ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ഞങ്ങൾ സംഘടനയുടെ 33ാമത് ജില്ലാ വാർഷിക സമ്മേളനമാണ് ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും ഓരോ ബ്ലോക്കുകളിലാണ് ഞങ്ങൾ ഇത്തരത്തിൽ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം അത് നമ്മുടെ വടക്കാഞ്ചേരി ബ്ലോക്കുകാരാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 3.8 ലക്ഷം 1.8 ലക്ഷം അംഗങ്ങളെ പ്രതിനിധീകരിക്കുന്നൊരു പ്രസ്ഥാനമാണ് KSSP.
കേരളത്തിലെ ഏക അംഗീകൃത പെൻഷൻ സംഘടനയാണ് ഈ KSSP ഉൾപ്പെടെ. 92 ഞാൻ നേരത്തെ ഇവിടെ മാഷ് പറഞ്ഞ ചിത്രം നമ്പൂതിരിപ്പാട് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ആളാണ്. വിദ്യാഭ്യാസ വിചക്ഷണനാണ്, തൃശ്ശൂരിൻ്റെ അഭിമാനമാണ്, പത്മശ്രീ ജേതാവാണ്. അദ്ദേഹമാണ് 1992 ഈ പ്രസ്ഥാനം അന്ന് പല തട്ടുകളിൽ നിന്നിരുന്ന ആളുകളെ എല്ലാവരെയും കൂടെ ഒരുമിപ്പിച്ചുകൊണ്ട് പെൻഷൻകാരുടെ അവകാശ സംരക്ഷണ രംഗത്ത് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രയോജനം ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കിയതിന്റെ NH 544 ഗതാഗത കുരുക്ക് അഴിക്കുവാൻ താൽക്കാലിക പാതയൊരുക്കി തൃശൂർ റൂറൽ ജില്ലാ പോലീസ്. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി V കൃഷ്ണകുമാർ IPS, RTO, NHAI ഉദ്യോഗസ്ഥർ, മറ്റ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഇന്നലെ NH 544 റോഡിലെ ബ്ലാക്ക് സ്പോട്ട് റെക്ടിഫിക്കേഷൻ ഭാഗമായി നടത്തുന്ന അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂടിയ മീറ്റിംഗിലെടുത്ത തീരുമാനപ്രകാരം റോഡിലെ ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി താൽക്കാലിക പാതകളിലൂടെ ചെറിയ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ മാർച്ച് 5-ാം തീയതി നടപ്പിലാക്കി. മാർച്ച് 5-ന് വൈകിട്ട് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങൾ മുരിങ്ങൂർ പാലം കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് കോനൂർ നാലുകെട്ട് തിരുമുടിക്കുന്ന് SCMS കോളേജ് വഴി കറുകുറ്റിയിൽ എത്തിച്ചേരുന്ന വിധമാണ് വഴി തിരിച്ചുവിട്ടതിൽ NH 544 ദേശീയപാതയിലെ എറണാകുളം ഭാഗത്തേക്കുള്ള ട്രാക്കിലെ തിരക്ക് കുറഞ്ഞതായി കാണപ്പെട്ടു. തുടർന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങളെ പൊങ്ങത്ത് നിന്ന് ഇടത്തോട്ട് തിരിച്ച് മാമ്പ്ര, കൊരട്ടി, കാതിക്കുടം, അന്നനാട്, കാടുകുറ്റി വഴി സഞ്ചരിച്ച് മുരിങ്ങൂർ എത്തിച്ചേരുന്ന വിധം വഴി തിരിച്ചുവിട്ടതിൽ ട്രാക്കിലെ തിരക്ക് കുറഞ്ഞതായി കാണപ്പെട്ടു. താൽക്കാലിക പാതയിൽ വാഹനങ്ങൾ വഴി തെറ്റിപ്പോകാതിരിക്കുവാൻ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ആവശ്യമായ ദിശാ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യങ്ങളിലും ദേശീയപാതയിലെ ചെറിയ വാഹനങ്ങൾ താൽക്കാലിക പാതയിലൂടെ തിരിച്ചുവിടുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണെന്നും NH 544 റോഡിലെ അടിപ്പാത നിർമ്മാണം കഴിയുന്നതും വരെ താൽക്കാലിക പാതയിലൂടെ ചെറിയ വാഹനങ്ങൾ വഴിതിരിച്ച് വിടുന്നതുമായിരിക്കും. സൈബർ തട്ടിപ്പിലൂടെ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 പേർ റിമാൻഡിൽ. ഷെയർ ട്രേഡിംഗിനായി പണം നൽകിയാൽ പണത്തിന്റെ ഇരട്ടിയായി ലാഭവിഹിതം തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഡിസംബർ 24-ാം തീയതി മുതൽ ജനുവരി 11 വരെയുള്ള കാലയളവിൽ പല തീയതികളിലായി കൊടകര കനകമല സ്വദേശിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പല തവണകളായി പ്രതികളുടെ വിവിധ അക്കൗണ്ട് നമ്പറുകളിലേക്ക് 5,43,329 രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് ട്രേഡിംഗ് നടത്തിച്ച് ലാഭവിഹിതമോ നിക്ഷേപിച്ച പണമോ തിരികെ നൽകാതെ തട്ടിപ്പ് നടത്തിയതിനാണ് വയനാട് പുൽപ്പള്ളി സ്വദേശിയായ തച്ചൻകുന്നിൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി, വയനാട് അമ്പലവയൽ 1000 കൊല്ലി സ്വദേശിയായ പുത്തൻപുരയ്ക്കൽ വീട്ടിൽ ഡെന്നി തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തത്. പ്രതികൾ കൊടകര കനകമല സ്വദേശിയെ ഷെയർ വാങ്ങിച്ചാൽ ഇരട്ടിയായി തുക തിരിച്ചു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഇൻസ്റ്റഗ്രാം ആപ്പ് മുഖേന ലിങ്ക് അയച്ചു കൊടുത്ത് ഷെയർ ട്രേഡിംഗ് ബിസിനസ് നടത്തിച്ച് VIP 807 ട്രേഡിംഗ് ഗുരുകുൽ എന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലും SMC ഗ്ലോബൽ സെക്യൂരിറ്റീസ് കസ്റ്റമർ കെയർ എന്ന ഒരു വാട്സാപ്പ് IDയിലും ആഡ് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നിർദ്ദേശങ്ങൾ നൽകി ഷെയറുകൾ വാങ്ങിക്കുന്നതിനായി പ്ലേ സ്റ്റോറിൽ നിന്ന് SMCS TK എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് ഈ ആപ്പ് മുഖേന പ്രതികൾ നിർദ്ദേശിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പരാതിക്കാരിയുടെ ഭർത്താവിന്റെ 2 അക്കൗണ്ടിൽ നിന്നായി പ്രതികളുടെ പല അക്കൗണ്ട് നമ്പറുകളിലേക്കുമായി 5,43,329 രൂപ അയപ്പിച്ചു വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത്. ഈ സംഭവത്തിന് കനകമല സ്വദേശിയുടെ പരാതിയിൽ ജനുവരി 21 കൊടകര പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഡെന്നിക്ക് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയതിന് ഒരു കേസുണ്ട്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി V കൃഷ്ണകുമാർ IPSന്റെ മാർഗനിർദ്ദേശാനുസരണം കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദാസ് PK, സബ് ഇൻസ്പെക്ടർ സുരേഷ് EA, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആഷ്ലിൻ ജോൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രിന്റോ വർഗീസ്, സനൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത് E, ജിലു സെബാസ്റ്റ്യൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഊരകം പല്ലിശ്ശേരി ഇരട്ടക്കൊല പ്രതിക്ക് 3 ജീവപര്യന്തം കഠിന തടവും 20 ലക്ഷത്തിന് പരം പിഴയും ശിക്ഷ. റോഡരികിലിട്ട് കാർ റിപ്പയർ ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ പല്ലിശ്ശേരി സ്വദേശി ചന്ദ്രനെയും മകൻ ജിതിൻ കുമാറിനെയും
കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പല്ലിശ്ശേരി സ്വദേശിയായ കിഴക്കൂടൻ വീട്ടിൽ വേലപ്പനെ വിവിധ വകുപ്പുകളിലായി 3 ജീവപര്യന്തവും 3 വർഷവും 1 മാസവും തടവിനും 20,50,000 രൂപ പിഴ അടയ്ക്കുന്നതിനും തൃശൂർ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയുന്നതിനായുള്ള സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ കമനീസ് ശിക്ഷ വിധിച്ചു. തടവ് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയാകും. പിഴ അടയ്ക്കാത്ത പക്ഷം 4.5 വർഷവും 1 ആഴ്ചയും അധിക തടവ് അനുഭവിക്കേണ്ടിവരും. പിഴയടയ്ക്കുന്ന പക്ഷം പിഴ സംഖ്യയിൽ നിന്ന് 10 ലക്ഷം രൂപ കൊല്ലപ്പെട്ട ജിതിൻ കുമാറിന്റെ ഭാര്യ നീനുവിനും 5 ലക്ഷം രൂപ കൊല്ലപ്പെട്ട ചന്ദ്രന്റെ ഭാര്യ രാധയ്ക്കും നൽകണമെന്നും വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പല്ലിശ്ശേരിയിൽ 2022 നവംബർ 28 രാത്രി 10:45 മണിയോടെയായിരുന്നു 2 കുടുംബങ്ങളെ അനാഥമാക്കിയ നാടിന് നടക്കിയ ഇരട്ട കൊലപാതകം നടന്നത്. വാഹനങ്ങളിൽ സൗണ്ട് സിസ്റ്റങ്ങൾ ഘടിപ്പിക്കുന്ന ജോലി ചെയ്തിരുന്ന ജിതിൻ കുമാർ തന്റെ വീട്ടിലേക്കുള്ള റോഡരികിലിട്ട് ഒരു കാറിൽ ആംപ്ലിഫയർ ഫിറ്റ് ചെയ്യുമ്പോൾ ആ വഴി വന്ന പരിസരവാസിയായ പ്രതി വേലപ്പൻ കാർ റോഡരികിലിട്ട് നന്നാക്കുവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അല്പസമയത്തിനുള്ളിൽ തിരിച്ചു വന്ന് ജിതിൻ കുമാറുമായി വാക്കുതർക്കത്തിലേർപ്പെടുകയും ശേഷം തന്റെ വീട്ടിലേക്ക് പോയി കത്തിയെടുത്തുകൊണ്ടുവന്ന് ജിതിൻ കുമാറിനെയും വാക്കുതർക്കം നടക്കുന്നതറിഞ്ഞ് അവിടേക്ക് എത്തിച്ചേർന്നിരുന്ന അച്ഛൻ ചന്ദ്രനെയും കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതക കുറ്റവും പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരവുമുള്ള കുറ്റങ്ങളും ചെയ്ത പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് AK കൃഷ്ണന്റെ വാദങ്ങൾ പരിഗണിച്ചാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിൽ കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ. സംസ്ഥാന വ്യാപകമായി ലഹരി വസ്തുക്കളുടെ വിപണനം, സംഭരണം, ഉൽപാദനം എന്നിവ തടയുന്നതിനായി സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPSന്റെ ഉത്തരവ് പ്രകാരം തൃശൂർ റേഞ്ച് DIG ശ്രീ ഹരിശങ്കർ IPS, തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ B കൃഷ്ണകുമാർ IPS എന്നിവരുടെ നിർദ്ദേശപ്രകാരം നടത്തിവരുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലയിലെ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധി നടത്തിയ പരിശോധനയിൽ ഇടുക്കി അടിമാലി സ്വദേശിയായ മാണിക്യം എന്നയാളെയാണ് നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട കഞ്ചാവുമായി പിടികൂടിയത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധി പെട്രോളിംഗ് നടത്തി വരവെ 2025 ഏപ്രിൽ 4 ചീറ്റുവ ഷാ ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിന് സമീപം വെച്ച് റോഡരികിൽ നിന്നിരുന്ന മാണിക്യം എന്നയാൾ പോലീസിനെ കണ്ട് പരുങ്ങുകയും ഓടാൻ ശ്രമിക്കുന്നതായി കണ്ട് മാണിക്യത്തിനെ തടഞ്ഞ് നിർത്തി പരിശോധിച്ചതിൽ നിന്നുമാണ് മാണിക്യത്തിന്റെ മടിക്കുത്തിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിലായി സൂക്ഷിച്ചു വെച്ചിരുന്ന വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് കണ്ടെടുത്ത് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ശ്രീലക്ഷ്മി, റഫീഖ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ് തുടങ്ങിയവർ ചേർന്നാണ് മാണിക്യത്തിനെ അറസ്റ്റ് ചെയ്തത്. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. വാഹനങ്ങളുടെ രേഖകളിന്മേൽ അമിത പലിശയ്ക്ക് പണം കൊടുത്തിരുന്ന ആൾ പിടിയിൽ. ലൈസൻസോ മറ്റ് അധികാരപത്രങ്ങളോ ഇല്ലാതെ തുകയെഴുതാത്ത ബ്ലാങ്ക് ചെക്ക് ലീഫുകൾ, വാഹനങ്ങളുടെ RC രേഖകൾ, വാഹനങ്ങൾ മുതലായവ ഈടായി വാങ്ങി പണം അമിത പലിശയ്ക്ക് കടം കൊടുത്ത് അമിത ലാഭമുണ്ടാക്കിയ മാടക്കത്ര താണുകുടം സ്വദേശിയായ ചുള്ളിക്കാടൻ വീട്ടിൽ ജെയ്സൺ CA എന്നയാളെയാണ് വിയൂർ പോലീസ് പിടികൂടിയത്. 2025 ഏപ്രിൽ 4 ജെയ്സൺ എന്നയാളുടെ വീട്ടിൽ അനധികൃതമായി ആധാരം, ബാങ്ക് മുദ്രപത്രം, ബ്ലാങ്ക് ചെക്ക് ലീഫുകൾ, വാഹനങ്ങൾ മുതലായവ ഈടായി വാങ്ങി പണം അമിത പലിശയ്ക്ക് കടം കൊടുക്കുന്നുണ്ട് എന്നുമുള്ള വിവരം ലഭിക്കുകയായിരുന്നു. ഒല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് സുധീരൻ SP-യുടെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ നുഹ്മാനും സംഘവും നടത്തിയ പരിശോധനയിൽ സർട്ടിഫിക്കറ്റുകളും ബ്ലാങ്ക് ചെക്ക് ലീഫുകളും 62,680 രൂപയും കണ്ടെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിയൂർ ഇൻസ്പെക്ടർ മിഥുന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ നുഹ്മാൻ N, ജയൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോൺസൺ, ടോമി, സൗമ്യ തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത്. പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് കല്ലെറിഞ്ഞ് തകർത്ത കേസിലെ പ്രതികൾ പിടിയിൽ. തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് എറിഞ്ഞുടച്ച കേസിലെ പ്രതികളും
ലാലൂർ സ്വദേശികളുമായ ലാലൂർ തോപ്പിൽ പറമ്പിൽ പ്രജിത്ത്, കരൂർ വീട്ടിൽ സന്തോഷ്, 17 വയസ്സുള്ള കുട്ടി എന്നിവരെയാണ് വെസ്റ്റ് പോലീസ് പിടികൂടിയത്. 2025 മാർച്ച് 31 കേസിനാസ്പദമായ സംഭവം നടന്നത്. രാത്രി 9 മണിയോടെ പ്രതികൾ മോട്ടോർ സൈക്കിളിൽ വന്ന് കല്ലെറിഞ്ഞ് ജീപ്പിന്റെ ചില്ല് തകർക്കുകയായിരുന്നു. ഇക്കാര്യത്തിന് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇൻസ്പെക്ടർ അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വിദഗ്ധമായ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ കണ്ടെത്തിയത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. 17 വയസ്സുള്ള കുട്ടിയെ ഗവൺമെന്റ് ഒബ്സർവേഷനിലാക്കുകയും ചെയ്തു. ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ സെൻസിൽ ക്രിസ്ത്യൻ രാജ്, ASI ഹരിഹരൻ, ACPOമാരായ ടോണി വർഗീസ്, അഖിൽ വിഷ്ണു, അലൻ, സുശാന്ത്, ഫിനു, മുകേഷ്, CPO വിഷ്ണു പ്രസാദ് തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത്. തൃശൂർ ദയ ആശുപത്രി എൽഡേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വിഷു ദിനാഘോഷം പ്രശസ്ത RJ വിനീത് ഉദ്ഘാടനം ചെയ്തു. ദയ ആശുപത്രി ഡയറക്ടർ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ അധ്യക്ഷനായ ചടങ്ങിൽ ആശുപത്രി MD VK അബ്ദുൾ അസീസ് സമ്മാനദാനം നിർവഹിച്ചു. ചടങ്ങിൽ 30ഓളം കുടുംബങ്ങൾ പങ്കെടുത്തു. എല്ലാവർക്കും വിഷു കൈനീട്ടവും നൽകി. അഡ്മിനിസ്ട്രേറ്റർ ജയരാജ് സ്വാഗതവും അസിസ്റ്റന്റ് മാനേജർ ഗായത്രി നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. MA ബേബി CPIM ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. മാലിന്യമുക്ത നവകേരളം ജില്ലാതല പരിപാടിയിൽ 2 പുരസ്കാരങ്ങൾ സ്വന്തമാക്കി പുത്തൂർ പഞ്ചായത്ത്. ഭക്തി ചൊരിഞ്ഞ് ആറാട്ടുപുഴ തിരുവാതിരവിളക്ക്. താളമേള വർണ്ണത്തിൽ വിസ്മയം തീർത്ത് പൊന്നുക്കര മൈഥിലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.